കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ കേരള നിയമസഭയിൽ കെ എൻ ബാലഗോപാൽ ധനകാര്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി. സാധാരണ ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് വരുന്ന ചില പ്രഖ്യാപനങ്ങളിലൊന്നാണ്. അതിലൊന്നാണ് കരാർ ജീവനക്കാർക്ക് 5% തുക ശമ്പളത്തിൽ കൂട്ടിക്കൊടുക്കുന്നു. അപ്പോൾ കരാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം 5% തുക കൂട്ടിക്കിട്ടും. രണ്ടാമത് ഇന്നറിയുന്ന മറ്റൊരു പ്രധാന വാർത്ത, തൊഴിലുറപ്പുകാരുടെ ജീവനക്കാരുടെ അക്കൗണ്ടൻറ്റ് മുതൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ മുതൽ എഞ്ചിനീയർമാർ വരെ, അതുപോലെ എൻ്റെ സംസ്ഥാന തലത്തിലുള്ള ഓഫീസർമാർ വരെയുള്ള അവരെല്ലാം കരാർ ഉദ്യോഗസ്ഥരാണ്, കരാർ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. കാരണം ഇത് സ്കീമാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് കരാർ അടിസ്ഥാനത്തിലേ പ്രവർത്തിപ്പിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഡെപ്യൂട്ടേഷനിൽ വന്നവർക്കാണ്. ഡെപ്യൂട്ടേഷനിൽ വന്നവരാരുമില്ല, കൂടുതലും കരാർ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ആളുകളാണ്. അക്രഡിറ്റഡ് എഞ്ചിനീയേഴ്സ്, ഓവർസിയേഴ്സ്, വലിയൊരു സംവിധാനമാണ്. ഓരോ പഞ്ചായത്ത് തലത്തിൽ 4-5 പേരുണ്ട്. അപ്പോൾ സംസ്ഥാനമാകെ എടുത്താൽ 10,000-6,000 പേർക്കകത്ത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് വേതനം കൂട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. ആ പ്രപ്പോസൽ ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചത് പാസ്സായതായിരുന്നു, പക്ഷേ വീണ്ടും ഒരു ടെക്നിക്കൽ ഹിച്ച് വന്ന ആ പ്രപ്പോസൽ തടയപ്പെട്ടിരുന്നു. ഇപ്പോഴറിയുന്നത് ഫിനാൻസ് വകുപ്പിൽ നിന്ന് ആ പ്രപ്പോസൽ പാസ്സായിട്ടുണ്ട്. ഇനി LSGDയും കൂടി ഒപ്പുവെച്ചാൽ, LSGD ഒപ്പുവെക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളി സാങ്കേതികത്വം ഒന്നുമില്ല ഇതിനകത്ത്, ജസ്റ്റ് ഒരു ഫോർമാലിറ്റി മാത്രമേ ഉള്ളൂ. കാര്യം ഫിനാൻസാണ് ഇതിനകത്ത് തടസ്സം വെക്കേണ്ടത്. ഫിനാൻസ് ക്ലിയർ ചെയ്തു എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ക്ലിയറായിട്ട് അവർക്ക് തൊഴിലുറപ്പുകാർക്ക് ശമ്പളം കൂട്ടിക്കിട്ടും. അത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ മുതൽ അക്കൗണ്ടൻറ്റ് കം അസിസ്റ്റൻറ്റ് മുതൽ IT ഓഫീസർ മുതൽ സംസ്ഥാന ഓഫീസർ വരെയുള്ള എല്ലാവരുടെയും സാലറി ഒരു പ്രപ്പോസലായിട്ട് നിസാമുദ്ദീൻ IAS ഇരുന്നപ്പോൾ, ഈ തൊഴിലുറപ്പിൻ്റെ കമ്മീഷൻ ഇരുന്ന പിന്നെ തൊഴിലുറപ്പത്തിൻ്റെ മിഷൻ ഡയറക്ടറായിട്ടിരുന്നപ്പോൾ അയച്ച ഒരു പ്രപ്പോസലാണ് ഇപ്പോൾ പാസ്സായിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. അതിൻ്റെ ഓർഡർ ഇറങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ ഇത് വന്ന ഉടൻ തന്നെ ഓർഡർ എവിടെ നിന്ന് ബലം ഉണ്ടാക്കുന്നത്, ഓർഡർ വരും. പക്ഷേ എന്തായാലും അത് പാസ്സായിട്ടുണ്ട്. അപ്പോൾ 2 കാര്യങ്ങളും സംഭവിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഗവൺമെൻറ് പറയുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളെപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ, ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമല്ല, ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാനിരിക്കാൻ അറിയില്ല. മാത്രമല്ല നമ്മുടെ ആഡിയൻസ് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരെന്ന് പറയുന്നതിനകത്ത് വലിയൊരു വിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥരും തൊഴിലുറപ്പ് ജീവനക്കാരും തൊഴിലുറപ്പ് തൊഴിലാളികളും അംഗനവാടിക്കാരും ആശാ വർക്കേഴ്സും അങ്ങനെ ഒരു വലിയ വിഭാഗം നമ്മുടെ പ്രേക്ഷകരായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചുമതലയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കരാർ ജീവനക്കാർക്കും സന്തോഷിക്കാം, തൊഴിലുറപ്പുകാർക്കും അർമാദിക്കാം. നിങ്ങളുടെ കോളടിച്ചു, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള തുക, നിങ്ങൾ കൊടുത്ത തുക കൊണ്ട് പിന്നെ നിങ്ങൾക്കിനി ശമ്പളത്തിൻ്റെ തടസ്സം വരില്ല. അതിൻ്റെ കാര്യം ഇവിടെ പറയാം. നമുക്ക് 9%, നേരത്തെ 5 മുതൽ 6% വരെയായിരുന്നു നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എടുക്കാൻ പറ്റിയിരുന്നത്. ടോട്ടൽ പ്രോജക്റ്റിൻ്റെ ഇനി നിങ്ങൾക്ക് 9% എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല പണം നിങ്ങളുടെ കയ്യിലായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് നന്നായി ഇനിയിപ്പോൾ ജോലി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ കാര്യം നടക്കട്ടെ. എന്തായാലും തൊഴിലുറപ്പിൽ എല്ലാ ജീവനക്കാർക്കും ആവശ്യത്തിന് സന്തോഷിക്കാനുള്ളൊരു വക ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്.